ഊട്ടി ഡയറീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഊട്ടിയിൽ ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ 2 സ്പോട്ട്സ് ആണ് ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് വൺ ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ്. ഒരുപാട് ഏരിയയിലായിട്ട് വിസ്തരിച്ചെടുക്കുന്ന ഈ ബൊട്ടാനിക്കൽ ഗാർഡനിൽ ഒരുപാട് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. നല്ല സീനറീസും ഫോട്ടോ പോയിന്റും ഒക്കെ ഇവിടെയുണ്ട്. ഇതിൽ 2 പ്രധാന ഭാഗങ്ങളാണ് ഫേൺ ഹൗസും ഗ്ലാസ് ഹൗസും. ഞാൻ ഇതുവരെ കാണാത്ത ഒരുപാട് ടൈപ്പ് ഓഫ് ഫേൺസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതെല്ലാം തന്നെ നല്ല നീറ്റ്ലി അറേഞ്ച് ചെയ്തും മെയിൻറ്റെയിൻ ചെയ്തുമാണ് വെച്ചിരിക്കുന്നത്. ഫേണിന് വേണ്ടിയിട്ട് ഒരു ഹൗസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം കയറണോ വേണ്ടയോ എന്ന് ഡൗട്ട് അടിച്ചു. പക്ഷേ ഇത് വർത്ത് ഓഫ് വാച്ചിങ് ആണ്. പിന്നെ നമ്മൾ പോയത് ഗ്ലാസ് ഹൗസിലേക്കാണ്. ഊട്ടിയിലെ പൂക്കൾക്ക് ഇത്ര മനോഹാരിതയുണ്ടെന്ന് ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ കാണാത്ത പല ടൈപ്പ് ചെടികളും പൂക്കളുമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതിന്റെയും അറേഞ്ച്മെന്റ്സ് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. നമുക്കൊരു റഷ് ഇല്ലാതെ തന്നെ എല്ലാം കാണാൻ പറ്റും. 2 സൈഡ്സിലും ഇതുപോലെ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഫ്ലവേഴ്സ് ഞാൻ എവിടെയാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. ഓരോ ഭാഗത്തുമുള്ള ഫ്ലവേഴ്സിന്റെ കളറും ഷേപ്പും എല്ലാം വ്യത്യാസമുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലവേഴ്സിന്റെ ഫ്രണ്ടിൽ വെച്ച് ഫോട്ടോ എടുക്കാൻ മറക്കണ്ട. പൂക്കളില്ലാത്ത ചെടികൾക്കും ഇത്ര ഭംഗിയുണ്ടെന്ന് ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഗ്ലാസ് ഹൗസും കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. കുറെ സ്ഥലങ്ങളിൽ ഇരിക്കാനുള്ള ചെയേഴ്സും ലോണും പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ബൊട്ടാനിക്കൽ ഗാർഡന്റെ പുറത്ത് തന്നെ അത്യാവശ്യം ഫ്ലവേഴ്സ് നമുക്ക് മേടിക്കാനും കിട്ടും. ഇതൊന്നും പെട്ടെന്ന് വാടിപ്പോവാത്ത ഫ്ലവേഴ്സ് ആണ്. 1-2 ആഴ്ച വരെ ഇത് ഫ്രഷ് ആയിട്ട് ഇരിക്കുമെന്നാണ് ഇവർ പറഞ്ഞത്. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് മോഡീസ് കഫേയിലാണ്. ഒരുപാട് ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ഭയങ്കര ഒതന്റിക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണെന്ന് ഞാൻ പറയും. പിന്നെ നമ്മൾ അവിടെ നിന്ന് ട്രൈ ചെയ്തത് ക്രീം ചീസ് ഫിൽഡ് ബണ്ണും ബിസ്ക് ഓഫ് ജാപ്പനീസ് കേക്കും ആണ്. ഇറ്റാലിയൻ ഫ്ലേവറും ക്രീം ചീസും ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഈ ജാപ്പനീസ് കേക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. അവിടെ ഒരുപാട് ടൈപ്പ് ഓഫ് ജാപ്പനീസ് കേക്ക് ഉണ്ട്. പേര് കേക്ക് എന്നാണെങ്കിലും ഒരു കുക്കീസ് പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും അതും കഴിക്കാൻ മറക്കണ്ട. പിന്നെ നമ്മൾ നേരെ പോയത് ഊട്ടി ലേക്കിലേക്കാണ്. ബോട്ടിംഗ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ബോട്ടിംഗ് ഞങ്ങൾ ചൂസ് ചെയ്തില്ല. പക്ഷെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഇരിക്കാനും വിശ്രമിക്കാനും പറ്റും. ഐ ലവ് ഊട്ടി എന്നുള്ള ബാനറൊക്കെ ഇവിടെയാണ് നമുക്ക് കാണാൻ കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു പോയിന്റ് ഉണ്ട്. ഇതുപോലത്തെ ഒരു ചെറിയ ടോയ് ട്രെയിനും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞ് രാത്രിത്തെ നമ്മുടെ ഡിന്നർ മജ്ലിസ് റെസ്റ്റോറന്റിൽ നിന്നാണ് നമ്മൾ മേടിച്ചത്. പാഴ്സലായിട്ട് അൽഫാമാണ് മേടിച്ചത്. ഒരു ആവറേജ് ടേസ്റ്റ് തോന്നി. അപ്പൊ ട്രൈ ചെയ്യേണ്ടവർക്ക് ഇവിടെ നിന്ന് മേടിക്കാം. പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് ഒരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്, പ്രൈസും ഉണ്ട്. ഇത് ട്രൈ ചെയ്തത് പൊന്മാരി റെസ്റ്റോറന്റിൽ നിന്നാണ്. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ ടോയ് ട്രെയിനിന്റെ വിശേഷങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടിക്കോ.